തൃശൂർ വഴുക്കുംപാറയിൽ വീട് തകർന്ന വൃദ്ധ ദമ്പതികൾക്ക് അർഹതപ്പെട്ട സഹായം മുടക്കുന്നത് ഉദ്യോഗസ്ഥ അനാസ്ഥയെന്ന ആക്ഷേപം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവരെ പഞ്ചായത്ത് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജനറൽ കാറ്റഗറിയിലാണ്. ദുരിതത്തിന് അറുതി കാണാനുള്ള അലച്ചിലിലാണ് ചന്ദ്രനും ഭാര്യ വിലാസിനിയും. വഴുക്കുംപാറയിൽ പഞ്ചായത്ത് അനുവദിച്ച സ്ഥലത്താണ് ഇവരുടെ താമസം. ചന്ദ്രന്റെയും ഭാര്യ വിലാസിനിയുടെയും വരുമാനമാർഗം മത്സ്യബന്ധനമായിരുന്നു. കുതിരാൻ തുരങ്ക നിർമ്മാണത്തിന് പാറ പൊട്ടിക്കുമ്പോൾ ഇവരുടെ വീട് വിണ്ടുകീറാൻ തുടങ്ങി. മേൽക്കൂര ഇളകി. തുടർന്ന് മേൽക്കൂര നിലംപൊത്തി. മേൽക്കൂര നന്നാക്കാൻ പഞ്ചായത്തിനെയും ബ്ലോക്കിനെയും സമീപിക്കാൻ തുടങ്ങിയിട്ട് വർഷം ഒന്ന് കഴിഞ്ഞു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഇരുവരുടെയും പേര് ജനറൽ കാറ്റഗറിയിൽ എഴുതി വച്ചതാണ് അർഹമായ ആനുകൂല്യം കിട്ടാനുള്ള തടസ്സം. സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞ് ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്ന് പണം ലഭിക്കുന്നുമില്ല. തുരങ്കത്തിന്റെ പൊട്ടൽ വന്നാൽ രാത്രി ഇവിടുന്ന് കട്ടിൽ വന്നാൽ താഴെ വീഴും. അത്രയ്ക്കും ശക്തിയായിട്ടുള്ള പൊട്ടലാണ്. ഈ കാണുന്ന മുഴുവനും അതിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. വില്ലേജ് ഓഫീസർ അടക്കം വന്ന് മാർക്ക് ചെയ്ത് പോയി, കളക്ടർ ഓഫീസിൽ വരെ. അതിൻ്റെ ഇത്രയും കഷ്ടതയിൽ കിടന്നിട്ട് എനിക്കൊരു 5 രൂപ പോലും കിട്ടിയില്ല. വീടിന് പറ്റിയിട്ട് അവരെ എത്ര പ്രാവശ്യം പഞ്ചായത്തിൽ കയറി ഇറങ്ങിയെന്നറിയോ? അവരൊരാളും തിരിഞ്ഞൊക്കെ എടുക്കുക ഒന്നും ചെയ്തില്ല. അപ്പോൾ ഈ പഞ്ചായത്തുകാർ ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ട് അത് വന്ന് സഹായിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഈ വീട് വീഴുമോ? അവരെ കൈയും കാലും ഒക്കെ പിടിച്ചു. സേഫ് പദ്ധതിയിലാണ് നമുക്ക് റൂഫ് പണിയാനായിട്ട് 2 ലക്ഷം രൂപ പാസ്സായത്. അതിപ്പം പഞ്ചായത്തിൽ നിന്ന് നമുക്ക് സ്റ്റേബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് മൂലം റൂഫ് പണിയാനായിട്ട് സാധിച്ചില്ല. ഭിത്തി മൊത്തവും വിണ്ടിട്ട് ഇരിക്കുന്ന അവസ്ഥയാണ്. കാരണം നമ്മുടെ അടുത്ത് തന്നെയാണ് നമ്മുടെ കുതിരാൻ തുരങ്കം. ഈ ഭിത്തി ഇങ്ങനെ വിണ്ടിരിക്കുന്ന സമയത്ത് സേഫായിട്ട് പണിയാനായിട്ട് ഞങ്ങൾ എങ്ങനെ അനുമതി കൊടുക്കുമെന്നാണുള്ള ചോദ്യമാണ്. മറ്റൊരു ബന്ധുവീട്ടിലാണ് നിലവിൽ താമസം. അർഹതപ്പെട്ട ആനുകൂല്യം നൽകാതെ ദരിദ്ര കുടുംബത്തെ വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് തള്ളുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. റിപ്പോർട്ടർ, തൃശൂർ.